ഇന്ന് ചരിത്ര പ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണിയാണ്. കുംഭഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഭക്തലക്ഷങ്ങളാണ് ചെട്ടികുളങ്ങരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ഇഷ്ടവഴിപാടായ കുത്തിയോട്ടം ക്ഷേത്രത്തിൽ എത്തിത്തുടങ്ങി 13 കരക്കാരുടെ 13 കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിൽ എത്താനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലുമാണ്. ഒരുങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, ചെട്ടികുളങ്ങര കുംഭഭരണിയുമായി ബന്ധപ്പെട്ട കുത്തിയോട്ടം, അതേപോലെ തന്നെ കെട്ടുകാഴ്ചകൾ, ഇതെല്ലാം അവിടെ വളരെ സവിശേഷതയാർന്ന ചടങ്ങുകളാണ്. ഇപ്പോൾ നിഷ, ക്ഷേത്രത്തിൻ്റെ സമീപം തന്നെയാണോ? കെട്ടുകാഴ്ചകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ നിഷ? വിനോദ്, ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ്. രാവിലെ മുതൽ തുടങ്ങിയ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. ഓണാട്ടുകരക്കാരെല്ലാവരും തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ ഒരു തിരക്കാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓണാട്ടുകരക്കാരെ സംബന്ധിച്ചിടത്തോളം ചെട്ടികുളങ്ങര കുംഭഭരണി ദേവിയുടെ ഉത്സവമാണ്, ദേശദേവതയുടെ പിറന്നാളാണ്. ഏത് നാട്ടിലുള്ള ഓണാട്ടുകരക്കാരും ഈ നാട്ടിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ വീടുകളിലേക്ക് എത്തുന്ന ഒരു വലിയ ഒരു ആഘോഷം കൂടിയാണ് ചെട്ടികുളങ്ങര കുംഭഭരണി. ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്നത് ദേവിയുടെ ഇഷ്ട വഴിപാടായ കുത്തിയോട്ട സമർപ്പണമാണ്. രാവിലെ 7 മണിയോടുകൂടി തന്നെ കുത്തിയോട്ട സമർപ്പണം ക്ഷേത്രത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. വാദ്യമേളങ്ങളുടെയും താലപ്പൊലികളുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് ഓരോ കുത്തിയോട്ടങ്ങളും ക്ഷേത്രത്തിലേക്ക് എത്തുക. ഈ ശിവരാത്രി നാൾ മുതൽ ഓരോ വീടുകളിൽ അല്ലെങ്കിൽ കരകളിൽ വഴിപാടായി കുത്തിയോട്ടങ്ങളുണ്ട്. ആ കുത്തിയോട്ടങ്ങളെല്ലാം തന്നെ ഇന്ന് ഇപ്പോൾ ഈ കുംഭഭരണി നാളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. അതാണ് ഇന്ന് രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. 12 മണിവരെ കുത്തിയോട്ട വഴിപാട് സമർപ്പണമാണ് ക്ഷേത്രത്തിൽ നടക്കുക. വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ഒക്കെയാണ് ഈ ചെറിയ കുട്ടികൾ അടക്കമുള്ള ആളുകൾ കുത്തിയോട്ട വഴിപാട് സമർപ്പണത്തിനായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. രാവിലെ നട തുറന്നപ്പോൾ മുതൽ നമ്മൾ രാവിലെ കൊടുത്ത ലൈവിലൊക്കെ കണ്ടു വലിയ ഒരു തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇപ്പോഴും ആ തിരക്ക് കൂടിയിട്ട് മാത്രമേ ഉള്ളൂ, ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഈ 4 മണിക്ക് നട തുറന്നു. ഇനിയിപ്പോൾ നാളെ മാത്രമായിരിക്കും നട അടയ്ക്കുക. നാളെ ഉച്ചയോട് കൂടിയായിരിക്കും നട അടയ്ക്കുക. വലിയ ക്രമീകരണങ്ങൾ, ഇത്രയും ആളുകൾ വരുന്ന ഒരു വലിയ ഒരു ഉത്സവമായതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെങ്ങന്നൂർ, ആലപ്പുഴ, അമ്പലപ്പുഴ ഡിവൈഎസ്പിമാരുടെയൊക്കെ നേതൃത്വത്തിൽ പോലീസിന്റെ വലിയ സുരക്ഷയുണ്ട്, നിരീക്ഷണ ക്യാമറകളുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കുത്തിയോട്ട വഴിപാട് സമർപ്പണം ക്ഷേത്രത്തിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. താലപ്പൊലികളുടെയും ചെണ്ടമേളത്തിന്റെയും ഒക്കെ അകമ്പടിയോടുകൂടി ഓരോ കുത്തിയോട്ടങ്ങളും ദേവിക്ക് മുന്നിലേക്ക് എത്തുന്നു. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതിനുശേഷമാണ് ഈ ഓണാട്ടുകരയുടെ തന്നെ ഒരു ഐതിഹ്യ പെരുമ വിളിച്ചോതുന്ന കെട്ടുകാഴ്ച. ഉച്ചയ്ക്ക് ശേഷം 4:30 കൂടിയായിരിക്കും ഓരോ കെട്ടുകാഴ്ചകളും ഓരോ കരയിൽ നിന്നും പുറപ്പെടുക. 13 കരക്കാരുടെ 13 കെട്ടുകാഴ്ചകളാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ക്ഷേത്രത്തിലല്ല, കാഴ്ചക്കണ്ടത്തിലാണ് നിൽക്കുന്നത്. 13 കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കും. ഈ ഓണാട്ടുകരയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ കെട്ടുകാഴ്ചകളാണ്. ശിവരാത്രി നാൾ മുതൽ കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം തുടങ്ങും. ഓരോ കരക്കാർക്കും കെട്ടുകാഴ്ച ഒരുക്കാൻ തന്നെ പ്രത്യേകം സ്ഥലങ്ങളുണ്ട്. അവിടെ പ്രതിശക്തിയോടുകൂടി നിർമ്മാണം ആരംഭിക്കും. ആ സമയത്ത് തന്നെ ഈ കെട്ടുകാഴ്ച ഒരുക്കുന്നവർക്കും ആ നാട്ടിലെ ആളുകൾക്കുമെല്ലാം ഈ കുതിരമൂട്ടിൽ കഞ്ഞി എന്ന് പറയുന്ന പ്രത്യേക വഴിപാടുണ്ട്. അത് പ്രത്യേക രീതിയിലാണ് ആ കുതിരമൂട്ടിൽ കഞ്ഞി കഴിക്കുന്നത് തന്നെ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ വാർത്തകൾ നൽകിയിരുന്നു. അങ്ങനെ ഓണാട്ടുകരയുടേത് മാത്രമായ പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഭാഗമാണ് ഈ കുത്തിയോട്ട വഴിപാട്, കെട്ടുകാഴ്ചകൾ, കുതിരമൂട്ടിൽ കഞ്ഞിയതൊക്കെ. അങ്ങനെ വലിയ 13 കരകളുടെ 13 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ആഘോഷമാണ് ചെട്ടികുളങ്ങര കുംഭഭരണി. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിറയെ ആളുകളാണ് ക്ഷേത്രത്തിൽ. ഈ ആൾക്കൂട്ടം ഇനി പിരിയണമെങ്കിൽ നാളെയാകും. കാരണം 4:30 കൂടി കെട്ടുകാഴ്ചകൾ വരും. കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിലേക്ക് കാഴ്ചരംഗത്തിൽ ഇറങ്ങും. അതിനുശേഷം ജീവിതകളിൽ ദേവി എഴുന്നള്ളി ഭക്തരെ ആശീർവദിക്കുന്നു എന്നാണ് ഒരു ഭക്തരുടെ വിശ്വാസം. ആ രീതിയിൽ പുലർച്ചെയായിരിക്കും ക്ഷേത്രത്തിലെ ചടങ്ങുകൾ സമാപിക്കുക. ഇന്ന് തുറന്ന നട ഇന്ന് മുഴുവനും നട തുറന്നു തന്നെ ഇരിക്കും. ഈ നട നാളെ ഉച്ചയോടുകൂടി മാത്രമായിരിക്കും നട അടയ്ക്കുക. ഓരോ കുത്തിയോട്ടങ്ങളും ക്ഷേത്രത്തിലേക്ക് വരുന്നു. ഈ 12 മണിവരെ ഇത്തരത്തിൽ കുത്തിയോട്ടങ്ങളുടെ വരവായിരിക്കും. അതിനുശേഷം പ്രധാനപ്പെട്ട ചടങ്ങ് ഉച്ചപൂജ നടക്കും. പിന്നീടായിരിക്കും കെട്ടുകാഴ്ചകളുടെ വരവ്. കെട്ടുകാഴ്ച കാണാനായി ഈ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും വലിയ ആഘോഷത്തോടു കൂടി തന്നെ ഓണാട്ടുകരക്കാരുടെ കുംഭഭരണി ഉത്സവം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്.
നിരവധി ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഓണാട്ടുകരക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ കരക്കാർക്കും കെട്ടുകാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അങ്ങനെ കെട്ടുകാഴ്ചകളുടെ നിർമ്മാണമൊക്കെ വലിയ ആഘോഷമൊക്കെ തന്നെയാണ് ഓരോ കരക്കാരും ആഘോഷിക്കുന്നത്. ഓരോ കെട്ടുകാഴ്ചയും വന്ന് കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ട്. 13 കരകളുടെ 13 ദിവസത്തെ ആഘോഷമാണ് ഓരോ കുംഭഭരണിയും. എന്തായാലും ഓണാട്ടുകരക്കാരുടെ ആഘോഷങ്ങൾ തീരുന്നില്ല. ഈ തവണ ഈ കുംഭഭരണി കഴിഞ്ഞാലും പിന്നീട് ഉത്സവം തുടങ്ങും. 13 കരകളും ഈ ഉത്സവം ആഘോഷമാക്കും. ശിവരാത്രി നാളിൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ ഇന്നിപ്പോൾ കുംഭഭരണിയോടുകൂടി അതിന് പരിസമാപ്തിയാകും. പിന്നീടാണ് ക്ഷേത്രത്തിലെ മറ്റൊരു ഉത്സവം തുടങ്ങുക. എന്തായാലും കെട്ടുകാഴ്ചകളൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ടമംഗലം തെക്ക്, കണ്ടമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം തെക്ക്, മറ്റം വടക്ക്, മേനാമ്പള്ളി, നടക്കാവ് കരകളാണ് കെട്ടുകാഴ്ച ഒക്കെ ആയി ഇങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. ഇതിൽ 6 കുതിരകൾ, 5 തേര്, പാഞ്ചാലി സമേതനായ ഹനുമാൻ, ഭീമൻ, ഘടോൽഗജൻ എന്നിങ്ങനെയുള്ള കെട്ടുകാഴ്ചകളാണ് കാഴ്ചക്കണ്ടത്തിൽ. ഏതാണ്ട് രാത്രി 8 മണിയോടുകൂടിയായിരിക്കും ഈ കാഴ്ചക്കണ്ടത്തിൽ ഇവയെല്ലാം കെട്ടുകാഴ്ചകളെല്ലാം അണിനിരക്കുക. അതിനുശേഷം പുലർച്ചയോടുകൂടി ക്ഷേത്രത്തിൽ നിന്നും ദേവി എഴുന്നള്ളി കെട്ടുകാഴ്ചകൾക്ക് മുന്നിലെത്തും എന്നാണ് ഭക്തരുടെ വിശ്വാസം. പുലർച്ചയോടുകൂടിയായിരിക്കും ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ, കുംഭഭരണി ഉത്സവത്തിന്റെ ചടങ്ങുകൾ സമാപിക്കുന്നത് പുലർച്ചയോടുകൂടി തന്നെയായിരിക്കും. എന്തായാലും ക്ഷേത്രത്തിലെ വലിയ തിരക്ക് ഇനിയിപ്പോൾ ഈ ഉച്ചപൂജ സമയമൊക്കെ ആകുമ്പോൾ തിരക്ക് ഇനിയും കൂടുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ്, അതായത് 13 കരകളുടെയും ഒരു സംഘടനയാണ്, കൂടിയുള്ള ഒരു സംഘടനയാണ് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ സെന്റർ. അവരാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടത്തുന്നത്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണെങ്കിലും ക്ഷേത്രത്തിലെ ഉത്സവവും ഇന്നത്തെ കുംഭഭരണി മഹോത്സവവും ഒക്കെ നടത്തുന്നത് ഈ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ്. വലിയ ക്രമീകരണങ്ങൾ, സുരക്ഷയാണ്. ഇത്രയും അധികം ആളുകൾ എത്തുന്ന ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷയ്ക്കൊന്നും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ കുത്തിയോട്ടങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന സമയത്ത് തിരക്ക് നിയന്ത്രിക്കാനായി ഫ്ലൈ ഓവർ അടക്കം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ ക്രമീകരണങ്ങളിലൂടെ തന്നെയാണ് ഇന്നത്തെ കുംഭഭരണി ഉത്സവം മുന്നോട്ട് പോകുന്നത്. അതെ, കുംഭഭരണി ഉത്സവം നാളെ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടാവും. രാവിലെ മുതൽ അങ്ങോട്ടേക്ക് കെട്ടുകാഴ്ചകൾ വന്നു തുടങ്ങി. ഇനി കുത്തിയോട്ടത്തിൻ്റെ വരവുമുണ്ട്. അങ്ങനെ 10,000-കണക്കിന് ആളുകളാണ് കുംഭഭരണി കാണാനായി ചെട്ടികുളങ്ങരയിലേക്ക് എത്തുന്നത്. ചെട്ടികുളങ്ങരയ്ക്ക് പോകാൻ തോന്നുന്നല്ലേ ഇതെല്ലാം കണ്ടിട്ട്? പക്ഷെ അവിടെ പോകാതെ തന്നെ എല്ലാ കാഴ്ചകളും മിസ്സാവാതെ നമുക്ക് ജനം ടി വിയിലൂടെ കാണാനും കഴിയുന്നുണ്ട്.